ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിൽ ഓരോ മൊഡ്യൂളിലും ഏതെല്ലാം ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ ഒന്നിലേത് എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഫെഡറലിസം. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. രണ്ടാമത്, ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഫെഡറൽ ഫീച്ചേഴ്സും പഠിക്കണം, യൂണിറ്ററി ഫീച്ചേഴ്സും കൃത്യമായിട്ട് ഈ മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അല്ലേ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ അതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ പഠിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് പഠിക്കണം, ഫിനാൻഷ്യൽ റിലേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഓക്കെ. പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സർക്കാരിയ കമ്മീഷൻ. അപ്പോൾ സർക്കാരിയ കമ്മീഷൻ എന്താണ്, സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് ചാലഞ്ചസ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ അതിൽ റീജിയണലിസം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാദേശികവാദം അല്ലേ, അത് പഠിച്ചു വെക്കുക. പിന്നെ ഫിനാൻസ് കമ്മീഷന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫിനാൻസ് കമ്മീഷൻ പോലെ തന്നെ നീതി ആയോഗ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, നീതി ആയോഗിനെ പറ്റി ചോദിക്കാറുണ്ട്. ജി എസ് ടി കൗൺസിലിനെ പറ്റി എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ പറ്റിയും ക്വസ്റ്റ്യന് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ 3 മാർക്കിനും 5 മാർക്കിനുമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഈ ആദ്യം പറഞ്ഞ ഫെഡറലിസം, ഫെഡറൽ ഫീച്ചേഴ്സ്, യൂണിറ്ററി ഫീച്ചേഴ്സ് ഒക്കെ 5 മാർക്ക് 10 മാർക്കിനൊക്കെ ചോദ്യം വരുന്നതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഒക്കെ 5-10 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിന് എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. അതിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഇതൊരു 5 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ഉള്ള ചോദ്യം. അശോക് മേത്ത കമ്മിറ്റി, അതും ഒരു 5 മാർക്കിന് 3 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യനാണ് വരിക. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എങ്ങനെ ആയാലും 5-10 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ചോദിക്കുക. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, അതും ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് വരിക. കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994 ആൻഡ് ഫീച്ചേഴ്സ്, അത് 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഫങ്ഷൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇതൊരു 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ, അതായത് ജനകീയ ആസൂത്രണ പരിപാടി. അപ്പോൾ ജനകീയ ആസൂത്രണ പരിപാടിയും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് 5 മാർക്കിന് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ചോദ്യം വരാം. ഈ മൊഡ്യൂളിൽ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റിസർവേഷൻ ഇൻ പഞ്ചായത്ത് രാജിലെ സംവരണം, റിസർവേഷനെ പറ്റി ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതും പ്രത്യേകം പഠിച്ചു വെക്കുക. ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്കാണ് കടക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ എപ്പോഴും ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതിലെ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രൊസീജിയേഴ്സ്, ഇന്ത്യയിലെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. 5 മാർക്കിനൊക്കെ ചോദ്യം വരാം. പിന്നെ പ്രോസസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, എന്തായാലും ചോദ്യം വരുന്ന ഏരിയയാണ് പ്രോസസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതിൽ സിമ്പിൾ മെജോറിറ്റി, നമ്മളെ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒന്നാമത്തെ രീതി സിമ്പിൾ മെജോറിറ്റി മെത്തേഡ് അല്ലേ, കേവല ഭൂരിപക്ഷത്തിലൂടെയുള്ള ഭേദഗതി ഉണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി മെത്തേഡ് ഉണ്ട്, അതായത് പ്രത്യേക ഭൂരിപക്ഷത്തോടെ, പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭേദഗതി ഉണ്ട്. മൂന്നാമത്തത് പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടിയുള്ള ഭേദഗതി. അപ്പോൾ അത്രയും ഭേദഗതികളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന 3 രീതികൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ 3 രീതികളും എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. ഇനി കുറേ ഭരണഘടനാ ഭേദഗതികൾ ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമത്തെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടാണ്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രധാനപ്പെട്ടതാണ്. പിന്നെ 101ാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ട്. 103ാമത്തത്, 73ഉം 74ഉം നമ്മൾ മുൻപുള്ള മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ നിങ്ങൾ ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കണം. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം പ്രോസസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, ഭരണഘടന ഭേദഗതി ചെയ്യുന്ന പ്രക്രിയ. അതിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന 3 രീതികൾ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പ്രത്യേക ഭൂരിപക്ഷത്തോടുള്ള ഭേദഗതി,
പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടിയുള്ള ഭേദഗതി കൂടിയും പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ട്? ഇനി നാലാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വൺ പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ പാർട്ടി സിസ്റ്റം, ഏക പാർട്ടി വ്യവസ്ഥ ശരിക്കും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ബൈ പാർട്ടി സിസ്റ്റം, ദി പാർട്ടി സമ്പ്രദായം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ 3 മാർക്കിനൊക്കെ ചോദ്യം വരാം കേട്ടോ. മൾട്ടി പാർട്ടി സിസ്റ്റം, ബഹു പാർട്ടി സമ്പ്രദായം അല്ലെ, മൾട്ടി പാർട്ടി സിസ്റ്റം എന്താ, ഏക പാർട്ടി സമ്പ്രദായം, ദി പാർട്ടി സമ്പ്രദായം, അതുപോലെ തന്നെ ബഹു പാർട്ടി സമ്പ്രദായം, ഇത് 3ഉം പഠിച്ചു വെക്കുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് വരിക. അടുത്തത് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റമാണ്, അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടികളെ പറ്റി പഠിക്കണം. അപ്പൊ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, കോൺഗ്രസ്, അതുപോലെ തന്നെ BJP, ഇങ്ങനെ 7ഓളം വരുന്ന നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടികൾ, DMK, AIDMK, JDU, ഇങ്ങനെ കുറേ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്. അതിനെപ്പറ്റിയും പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും അവസാനം പറഞ്ഞതാണ് കൊളീഷൻ ഗവൺമെന്റ് അല്ലേ, അതായത് സഖ്യകക്ഷി ഭരണകൂടം അല്ലേ, അതായത് സഖ്യകക്ഷി ഭരണകൂടം എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അല്ലേ. അപ്പൊ കൊളീഷൻ ഗവൺമെന്റ് എന്താണെന്നും അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും നാലാമത്തെ മൊഡ്യൂളിൽ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അത് 5 മാർക്കിനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഓക്കെ, ഇനി നമ്മൾ 5ാമത്തെ മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR, സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താണെന്നുള്ളത് ഒരു 3 മാർക്കിന് പഠിച്ചു വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശം എന്താണെന്നുള്ളത് ഒരു 3ഓ 5ഓ മാർക്കിന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ അണ്ടർ പാർട്ട് 4th ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തുള്ള വ്യവസ്ഥകളെ പറ്റിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റിയാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് പഠിക്കുക, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയും പഠിച്ചു വെക്കുക. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തെ പറ്റി പഠിച്ചു വെക്കുക. RTI ആക്ട് എന്ന് ചുരുക്കി ചോദ്യം വരാം. പിന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, RTI ആക്ട് പഠിക്കുമ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പഠിക്കാണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയൊക്കെ 3 മാർക്കിന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു 3 മാർക്കിന്റെ ചോദ്യം, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ RTI ആക്ട് വിശദമായിട്ട് പഠിച്ചു വെക്കുക. അത് 5 മാർക്ക് 10 മാർക്കിനൊക്കെ ചോദ്യം വരും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ഒരു 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിൽ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും, അതുപോലെ തന്നെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ്, അതിന്റെ ലിങ്ക് ഞാൻ തൊട്ട് മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി അതിൽ ക്ലിക്ക് ചെയ്ത് പഠിക്കുക.